decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. Praise the Lord. ഫോളോ ജീസസ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ സ്ക്രീൻ മുഖാന്തരം കർത്താവിൻ്റെ വചനത്തിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കെയറിംഗ് ഇന്ത്യയുള്ള ബന്ധത്തിൽ ഭാരതത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ നിരാശയിലും ആത്മഹത്യയുടെ വക്കിലും കിടക്കുന്ന ജീവിതങ്ങളെ കണ്ടെത്തി അവരുടെ മധ്യേ യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അനേകരുടെ പ്രാർത്ഥനയാൽ കണ്ണിന് കാഴ്ചയില്ലാത്തവരും കിടപ്പ് രോഗികളും ആരാലും ഉപേക്ഷിക്കപ്പെട്ടവരുമായ സാധുക്കളുടെ മധ്യേ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. കർത്താവിൻ്റെ അളവറ്റ കരുണയാൽ ഒത്തിരി സഹോദരങ്ങൾ കർത്താവിനെ അറിയുവാനും ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാനും ഇടയായി. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണമേ. നിങ്ങളുടെ ഭൗതികമായ നന്മകൾ കൊണ്ട് ഇങ്ങനെയുള്ള സാധുക്കളായ സഹോദരങ്ങളെ കരുതുവാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായും ഈ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടണമേ. സാധുക്കളായ സഹോദരങ്ങൾക്ക് മരുന്ന്, ആഹാര സാധനങ്ങളൊക്കെ ആമേൻ നമ്മുടെ കരുതലിലൂടെ നൽകപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ പ്രേരണയുള്ള സഹോദരങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടണം. നമുക്ക് നേരിട്ട് അങ്ങനെയുള്ള സഹോദരങ്ങളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുവാനും നമുക്ക് അവർക്കൊരനുഗ്രഹമാകുവാനും ദൈവം മുഖാന്തരം ഒരുക്കട്ടെ. കർത്താവിൻ്റെ അളവറ്റ കരുണയ്ക്കായി സ്തോത്രം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു വേദഭാഗം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ശുദ്ധിയുള്ള മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളാണ്. നമ്മളവിടെ ഇങ്ങനെ വായിക്കുകയാണ്, സ്നേഹിത, നീ എങ്ങനെ കല്യാണ വസ്ത്രമില്ലാതെ ഇതിനകത്ത് കടന്നു? അവൻ വാക്കുമുട്ടിപ്പോയി. രാജാവ് ഉടനെ ഭൃത്യന്മാരോട് കൽപ്പിച്ചു, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളുവിൻ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് താൻ പല ഉപമകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഉപമയാണ് രാജാവ് മകന് വിവാഹ സദ്യ ഒരുക്കിയ രാജാവിന് സദൃശ്യമാക്കിക്കൊണ്ട് പറയുന്നത്. അവിടെ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ വായിക്കുമ്പോൾ രാജാവ് അനേകരെ കല്യാണത്തിന് വേണ്ടി ക്ഷണിച്ചു. കല്യാണ സദ്യ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരോടും ചെന്ന് പറഞ്ഞു വേഗം കല്യാണത്തിന് വരുവാനായിട്ട് പറഞ്ഞെങ്കിലും ഈ ക്ഷണിക്കപ്പെട്ട ആരും കല്യാണത്തിന് വന്നില്ല. ഒരുത്തൻ കാളയെ നോക്കാൻ പോയി, ഒരുത്തൻ ഭൂമി നോക്കാൻ പോയി, അങ്ങനെ പലരും പല വഴിക്ക് പോയി. ആരും ഈ വിവാഹ വിരുന്നിന് വന്നില്ല. മാത്രമല്ല ചിലർ ക്ഷണിച്ചവരെ ഉപദ്രവിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അപ്പോൾ രാജാവ് കോപിച്ചിട്ട് സൈന്യത്തെ അയച്ച് അവരെല്ലാം കൊന്നുകളഞ്ഞെന്ന് ദൈവവചനം വായിക്കുകയാണ്. വീണ്ടും രാജാവ് കൽപ്പിച്ചു, നിങ്ങൾ വഴിത്തലക്കിലൊക്കെയും പോയി കാണുന്നവരെല്ലാം വിളിച്ചുകൊള്ളുക, കല്യാണ സദ്യക്ക് വേണ്ടിയിട്ട് വിളിക്കുക. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവർ കടന്നു ചെന്ന് വഴിത്തലക്കിൽ കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം വിളിച്ചു കയറ്റി വിവാഹശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. കർത്താവ് പറഞ്ഞ ഭാഗം, ഈ വിവാഹശാല നിറഞ്ഞപ്പോൾ രാജാവ് വിരുന്നുകാരെ കാണാനായിട്ട് കടന്നു വരുന്നു. അങ്ങനെ രാജാവ് കടന്നു വരുമ്പോൾ വിവാഹ വസ്ത്രമില്ലാത്ത ഒരുത്തൻ അതിൻ്റെ ഉള്ളിലുണ്ട്. അവനോട് സംസാരിക്കുന്നതാണ് ഈ ഭാഗം. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഉപമയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സാധാരണഗതിയിൽ പെട്ടെന്ന് വിവാഹത്തിന് വിളിക്കപ്പെട്ടപ്പോൾ ദുഷ്ടന്മാരും നല്ലവരുമായ വഴിത്തലക്കലില്ല കിടന്ന ആൾക്കാരെയാണ് വിളിക്കപ്പെട്ടവർ. അവർ കടന്നു വന്ന് അങ്ങനെ കടന്നു വരുമ്പോൾ അവർക്ക് യോഗ്യമായ വസ്ത്രം ധരിക്കാനില്ല. രാജാവിൻ്റെ വിരുന്നാണ്, കല്യാണ വിരുന്നാണ്, രാജാവിൻ്റെ മകൻ്റെ കല്യാണ വിരുന്നാണ്. അപ്പം നിശ്ചയമായിട്ട് യോഗ്യമായ വസ്ത്രം ധരിച്ച് വേണം രാജാവിൻ്റെ മുമ്പിൽ വെളിപ്പെടാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ രാജാക്കന്മാർ അവർക്ക് വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് കൊടുക്കും. സൗജന്യമായി കിട്ടുന്നതാണ് വിശേഷ വസ്ത്രം. ആ സൗജന്യമായി കിട്ടുന്ന വസ്ത്രം ധരിച്ച് വിവാഹ വിരുന്ന് ആസ്വദിക്കാം. എന്നാൽ ആ സൗജന്യമായി കിട്ടുന്ന വസ്ത്രം ഇവിടെ ഒരു മനുഷ്യൻ അവഗണിക്കുകയാണ്. അവനെ സ്വീകരിക്കാതെ, ആ വസ്ത്രം ധരിക്കാതെ വിവാഹ വിരുന്നിന് പങ്കെടുക്കുകയാണ്.
ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതാണ് രാജാവിന് ചോദിക്കുന്നത്, സ്നേഹിത, നീ എങ്ങനെയാണ് വിവാഹ വസ്ത്രമില്ലാതെ ഇതിൻ്റെ ഉള്ളിൽ നീ എങ്ങനെ പ്രവേശിച്ചു? അവന് ഉത്തരം മുട്ടിപ്പോയി. അവന് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, കൊടുക്കാൻ ആളുണ്ടായിരുന്നു, പക്ഷെ ധരിക്കാനുള്ള മനസ്സില്ല. അവൻ ഉത്തരം മുട്ടിപ്പോയി. രാജാവിനോടൊന്നും പറയാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവനെയാണ് ഭൃത്യന്മാരോട് പറഞ്ഞിട്ട് കയ്യും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയാനായിട്ട് പറയുന്നത്. എന്താണ് ദൈവമക്കളെ ഈ വിവാഹ വിരുന്ന്? എന്താണ് ഈ കല്യാണ വസ്ത്രം? ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, കർത്താവിൻ്റെ സ്വർഗീയമായ ആ കുഞ്ഞാടിൻ്റെ കല്യാണത്തെ സംബന്ധിച്ച് ഈ ഉപമ താരതമ്യപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ആമേൻ അനേകർ ക്ഷണിക്കപ്പെട്ടവർ അനേകരെന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. അനേകർ ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും കല്യാണത്തിന് വേണ്ടി. ആമേൻ. ആ സ്വർഗീയമായ വിവാഹ വിരുന്നിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട അനേകർ ഇന്നും തള്ളപ്പെട്ട് പുറത്ത് കിടക്കുകയാണ്. എന്നാൽ ചിലർ ആ ക്ഷണം സ്വീകരിച്ച് കല്യാണശാലയിലേക്ക് അകത്ത് കടക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ കല്യാണശാലയിലേക്ക് കടന്നു വരുമ്പോൾ ആ കടന്നു വരുന്നവരെ ആരൊക്കെയാണ്? മുന്നമേ ക്ഷണിക്കപ്പെട്ടവരാരും കടന്നു വന്നില്ല, അവരൊക്കെ തള്ളപ്പെട്ടു പോയി. എന്നാൽ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്ന ആരെയാണ്? വഴിത്തലയ്ക്കൽ കണ്ടവരെ, ദുഷ്ടന്മാരും നല്ലവരുമായ ആൾക്കാർ, വഴിത്തലയ്ക്കൽ കണ്ടവർ. ആമീൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ കർത്താവിൻ്റെ നാളുകളിൽ, ആ പശ്ചാത്തലത്തിൽ യഹൂദ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ ഈ റോമ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റം ഉണ്ടായപ്പോൾ, വിദേശ മേൽക്കോയ്മകൾ ഭരണങ്ങൾ നടന്നപ്പോൾ അനേക യഹൂദന്മാർക്ക് ഭൂമി നഷ്ടപ്പെട്ടവരായിട്ടുള്ളവരുണ്ട്. ഇവരുടെ ഭൂമിയെല്ലാം നഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് അധ്വാനിക്കാൻ സ്ഥലമില്ലാതെ കൂലിക്ക് പോയി നിൽക്കുന്ന കൂലിക്ക് പണി നോക്കി നിൽക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. സ്വന്തമായി ഭവനമില്ലാത്തവർ, അതുപോലെ അധ്വാനിക്കാൻ വയലില്ലാത്തവരൊക്കെ, ഇവരൊക്കെ ഈ വഴിത്തലയ്ക്കൽ വന്ന് നിൽക്കും. അപ്പോൾ ആരെങ്കിലൊക്കെ വന്ന് ജോലിക്ക് ക്ഷണിച്ചാൽ അങ്ങനെയാണ് അവരുടെ ഉപജീവനം നടത്തിക്കൊണ്ടു പോകുക. അപ്പോൾ ഈ വഴിത്തലകിൽ കാണുന്നവർ ഇവരൊക്കെയാണ്. അതിൽ നല്ലവരുമുണ്ട്, ദുഷ്ടന്മാരുമുണ്ട്. അപ്പോൾ അവർക്കൊരു വലിയ പരിഗണന കിട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സത്യത്തിൽ അവർ ഒരു തരത്തിലും രാജാവിൻ്റെ മകൻ്റെ വിവാഹത്തിന് വരാൻ യോഗ്യന്മാരല്ല. അതിനനുസരിച്ച് യാതൊരു യോഗ്യത അവരില്ല. അവർ നല്ല കുലത്തിൽ ജനിച്ചവരല്ല, നല്ലൊരു കുടുംബത്തിൽ ജീവിച്ചവരല്ല, നല്ലൊരു ജീവിത സംസ്കാരം അവർക്കില്ല. പക്ഷെ രാജാവ് കരുണ തോന്നിയിട്ട് സംസ്കാരമോ വിദ്യാഭ്യാസമോ കുടുംബമഹിമയോ നോക്കാതെ എല്ലാവരെയും വിളിക്കാൻ രാജാവ് കൽപ്പിക്കുകയാണ്. ഇവിടെ ദൈവമക്കളെ, അവിടെ നമ്മൾ കാണുന്ന യോഗ്യത നോക്കാതെ കല്യാണശാലയിലേക്ക് വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചവരെല്ലാം ദൈവമക്കളെ യോഗ്യത നോക്കാതെയാണ് എന്നെയും നിങ്ങളെല്ലാം ദൈവം തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുക്കാൻ, കർത്താവ് തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? നമ്മളാണ് ആ ക്ഷണിക്കപ്പെട്ടവർ, നമ്മളാണ് ആ വഴിത്തലക്കൽ കണ്ടവർ, നമ്മളാണ് ആ ദുഷ്ടന്മാരും നല്ലവരുമായവർ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യോഗ്യത നോക്കാതെ രാജാവിനാൽ ക്ഷണിക്കപ്പെട്ടവർ നമ്മളാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഏതെങ്കിലും തരത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ? നമ്മുടെ കുടുംബം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ആമേൻ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ഏതെങ്കിലും പാരമ്പര്യമോ എന്തെങ്കിലും ഒന്ന് കർത്താവിന് സ്നേഹിക്കാൻ തക്കവണ്ണം ഉണ്ടോ? നല്ലൊരു ഹൃദയം നമുക്കുണ്ടോ? നല്ലൊരു മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും കർത്താവ് നോക്കില്ല, എങ്കിലും ദൈവം സ്നേഹിച്ച് നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളെക്കാൾ ബുദ്ധിമാന്മാർ, നമ്മളെക്കാൾ കഴിവുള്ളവർ തോറ്റുപോയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കൂടെ സ്കൂളിലിരുന്ന് പഠിച്ച, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച പലരും ജീവിതത്തിൽ തോറ്റുപോയി, സമാധാനം നഷ്ടപ്പെട്ടു, കുടുംബമില്ലാതെ അനാഥമായി. തെരുവിൽ കിടക്കുന്നവരുൾപ്പെടെ അനേക സഹോദരങ്ങൾ, നമ്മൾ അറിയുന്ന പലരും തോറ്റുപോയപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പും ജീവിതവും ദൈവം നമുക്ക് സമ്മാനമായി തന്നതാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ യോഗ്യതയല്ല. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകാൽ ദൈവത്തിന് സ്തോത്രം. ആ വിശേഷ വസ്ത്രം, ക്ഷണിക്കപ്പെട്ടിട്ട് ആ വിശേഷ വസ്ത്രം, ആ കല്യാണ വസ്ത്രം ധരിപ്പിച്ച് അവനെ വിരുന്നശാലയിലേക്ക് കൊണ്ടുവരികയാണ്. ആ വിശേഷ വസ്ത്രം എന്താണ് ദൈവമക്കളെ? ക്രിസ്തു ആകുന്നു ആ വിശേഷ വസ്ത്രം. നിർമ്മലമായ നീതിവസ്ത്രം ധരിച്ചു എന്നുള്ളതാണ് നമ്മുടെ യോഗ്യത.
അത് സൗജന്യമായി കിട്ടിയതാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ആ നിർമ്മലമായ നീതിവസ്ത്രം നമ്മൾ എങ്ങനെയാണ് ധരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വസ്ത്രം എന്താണ്? ആ വിളിക്കപ്പെട്ട നമ്മുടെ വസ്ത്രം ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ നീതിയാണ്, യേശുവിൻ്റെ നീതിയാണ്, യേശുവിൻ്റെ സ്വഭാവമാണ്, യേശുവിൻ്റെ ഭാവമാണ്, യേശുവിൻ്റെ മനസ്സാണ്. വചനത്തിൽ അവിടെ ഇവിടെയായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. നിങ്ങളോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഹല്ലേലൂയ, ആമേൻ. ആ പത്രോസ് പറയുന്നു, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിട്ടുള്ളവരെ. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിൽ രക്ഷിക്കപ്പെട്ട, ക്ഷണിക്കപ്പെട്ട, ആമേൻ, ദൈവമക്കളെന്ന പദവിയിലേക്ക് ക്ഷണിക്കപ്പെട്ട എല്ലാവരും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരും ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരും, ആമേൻ, ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരുമായിരിക്കണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ അയോഗ്യതകളെ മറയ്ക്കുന്നത് എന്താണ്? ഈ ക്രിസ്തു എന്ന നീതി വസ്ത്രമാണ്. യേശു ക്രിസ്തു എന്ന നീതി വസ്ത്രമാണ് നമ്മുടെ അയോഗ്യതകളൊക്കെയും മറച്ചു കളയുന്നത്. ഹല്ലേലൂയ. ഇപ്പോഴും കർത്താവ് നമ്മളെ മറച്ചില്ലായിരുന്നെങ്കിൽ, കർത്താവ് നമ്മളെ മറയ്ക്കുന്നില്ല എങ്കിൽ നാം എത്രയോ മോശക്കാരാണ്, നമ്മൾ എത്ര ആമേൻ അയോഗ്യന്മാരാണെന്ന് നമുക്ക് വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്വർഗീയ പിതാവ്, ആമേൻ, ആ രാജാവ്, ദൈവം നമ്മളെ നോക്കുമ്പോൾ ആ നിർമ്മലമായ നീതിവസ്ത്രം ധരിച്ചാൽ നാം യോഗ്യന്മാരാണ്. ആ നീതിവസ്ത്രം സൗജന്യമാണെന്ന് ഓർക്കണമേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ യോഗ്യന്മാരാക്കിയതും രാജാവിൻ്റെ സ്നേഹം തന്നെയാണ്. ആമേൻ. രാജാവിൻ്റെ സ്നേഹമാണ് നമുക്ക് ആ വസ്ത്രം ധരിക്കാനായിട്ട് തന്നത്, സൗജന്യമായി തന്നത്. ആ സൗജന്യമായി കിട്ടുന്ന വസ്ത്രം പോലും ധരിക്കാൻ ഇവൻ മനസ്സ് കാണിച്ചില്ല. കണ്ടോ? അപ്പോൾ അവൻ എത്രമാത്രം ധാർഷ്ട്യമുള്ളവൻ, എത്രമാത്രം തിരസ്കരിച്ച മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. ദൈവത്തിന് സ്തോത്രം. നീ എങ്ങനെയാണ് ഈ വസ്ത്രം ധരിക്കാതെ അകത്ത് കടന്നതെന്നാ രാജാവ് ചോദിക്കുന്നത്. അവന് ഉത്തരം മുട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇതെന്താണ് അവിടെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അവൻ മാനസാന്തരപ്പെട്ടു എന്ന് അവകാശപ്പെടുകയും രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുകയും ആത്മാവിൽ ആരാധിക്കുകയും ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയോടെ ജീവിക്കുകയും ചെയ്യുന്നവർ അവൻ രൂപാന്തരപ്പെടാതിരുന്നാൽ, ആമേൻ, സ്തോത്രം, ഈ വസ്ത്രം ധരിക്കാതെ അകത്ത് കടന്നു പോലെയാണ്. ഹല്ലേലൂയ, ആമേൻ. മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നവർക്ക് രൂപാന്തരമില്ലെങ്കിൽ, ക്രിസ്തുവിനെ ധരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നാം ആ വിശേഷ വസ്ത്രം ധരിക്കാത്തവരാണ്, നാം ആ നിർമ്മല വസ്ത്രം ധരിക്കാത്തവരാണ്, നാം ആ കല്യാണ വസ്ത്രം ധരിക്കാത്തവരാണ്. ഓർക്കണമേ. അപ്പോൾ കർത്താവിനെ അറിഞ്ഞാൽ മാത്രം പോരാ, കർത്താവിൻ്റെ ഭാവമുള്ളവരുമായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു, യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസിനെ പിടിക്കപ്പെട്ടപ്പോൾ ആമേൻ, ആ ബാല്യക്കാരത്ത് യേശുവിനോട് അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഇവനും അവൻ്റെ കൂടെയുള്ളവർ അവൻ്റെ സംസാരം പോലും അതേപോലെ ഇരിക്കുന്നു. കണ്ടോ? ദൈവത്തിന് സ്തോത്രം. 12 ശിഷ്യന്മാർ 3 വർഷക്കാലം അവരുടെ പിന്നാലെ നടന്നു, യേശുവിൻ്റെ പിന്നാലെ നടന്നു. അവസാനം നോക്കൂ, സംസാരം പോലും ഒരേപോലെയായി. കർത്താവിൻ്റെ സ്തോത്രം. അത്രമാത്രം താതാത്മ്യമുള്ളതാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആദ്യം അന്തോക്യയിലുള്ളവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. എന്താണ് അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ കാരണം? അന്തോക്യയിലെ ഭക്തന്മാരായ സഹോദരങ്ങൾ യേശുവിനെ അനുകരിക്കുന്നതിൽ 100% വിജയിച്ചു എന്നുള്ളതാണ്. യേശുവിനെ അനുകരിപ്പാൻ അവർ ഇടയായി, യേശുവിനെ പോലെ ജീവിക്കാൻ അവർക്ക് ഇടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ക്രിസ്തുവിനെ അനുകരിക്കുന്നത് ആ കാലത്ത് അത്ര അഭിമാനമുള്ള കാര്യമല്ലായിരുന്നു. ആമീൻ. ഒരു ചെകിടത്തടിച്ചാൽ ചെകിട് കാണിച്ചു കൊടുക്കുവാൻ യേശു പഠിപ്പിച്ചു. അന്ന് റോമൻ അധീനതയിലുണ്ടായിരുന്നവർ, ആമീൻ, സ്തോത്രം, റോമാക്കാരായിട്ടുള്ള പൗരന്മാർ അവരുടെ ചുമടുകൾ ഈ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവർ ചുമക്കണമെന്ന് നിയമമുണ്ടായിരുന്നു. ചുമക്കാൻ തയ്യാറായില്ലെങ്കിൽ അവരുടെ കരണത്തടിക്കാനും അവർക്ക് റോമ പൗരന്മാർക്ക് അധികാരമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പലപ്പോഴും ഇങ്ങനെ അടികൊണ്ട് പരിഹസിക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട ഒരവസ്ഥ അവർക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മശിഹ അവരെ രക്ഷിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മശിഹ വന്നിട്ട് പറയുന്നത്, ഒരു ചെകിടത്തടിച്ചാൽ മറൊരു ചെകിടും കാണിച്ചു കൊടുക്കാനായിട്ട്. നോക്കൂ, അവരുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെടുകയാണ്. ഒരു ചെകിടത്തെ അടി കൊണ്ടിട്ടുള്ളൂ, അപ്പോൾ കർത്താവ് പറഞ്ഞ മറു ചെകിടൊന്ന് കാണിച്ചു കൊടുക്കാൻ എങ്ങനെ അവർക്ക് യേശുവിനെ അനുകരിക്കാൻ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയുടെ മണ്ഡലം കൊണ്ട് സാധ്യമല്ല. അവൻ അങ്ങനെ അനുകരിക്കണമെങ്കിൽ അതിനൊരു ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി നമ്മൾ മാറണം. എന്നാൽ ഈ അന്തോക്യയിലെ വിശ്വാസികളെല്ലാം അതേപോലെ കർത്താവ് എന്തു പറഞ്ഞോ അത് അതേപോലെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് ഇടയായി തീർന്നു. അവിടെ വ്യാപരിച്ചത് വലിയൊരു ദൈവകൃപയാണ്. ബർന്നബാസ് ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ വ്യാപരിച്ച് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്നാണ്. ഹല്ലേലൂയ. അത്രമാത്രം അവർ കർത്താവിനെ അനുകരിക്കുന്നതിൽ വിജയിച്ചു. ദൈവമക്കളെ, അപ്പോൾ ലോകം അവരെ കളിയാക്കി വിളിച്ചതാണ് ക്രിസ്ത്യാനികൾ.
അടിച്ചാൽ തിരിച്ചടിക്കാൻ കഴിയാത്തവർ. ആമേൻ. അപ്പോൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ അങ്ങനെ പരിഹസിച്ച് വിളിച്ചതാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അവർ ക്രിസ്തുവിനെ അനുകരിക്കുന്നതിൽ വിജയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിനെ അനുകരിക്കുന്നതിൽ, കർത്താവിനെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമുക്ക് ഈ നീതി വസ്ത്രം നഷ്ടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. നമ്മുടെ വിശ്വാസ ജീവിതം നാം കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ട് യേശുവിനെ അറിഞ്ഞ് ഒരുപക്ഷെ ഒരു രോഗസൗഖ്യത്തിൻ്റെ പിന്നാലെ ആയിരിക്കാം, അല്ലെങ്കിൽ ദൈവം തന്ന ഒരു അത്ഭുതകരമായ വിടുതലിൻ്റെ സാമ്പത്തിക കടഭാരങ്ങൾ, ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിലൂടെ ആയിരിക്കാം നമ്മൾ ദൈവത്തെ അറിഞ്ഞത്. അന്ന് ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുവെങ്കിലും അതിനുശേഷം പിന്നെ ഒരിക്കലും ദൈവം പ്രവർത്തിച്ചിട്ടില്ല ചിലരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് സാക്ഷ്യം പറയുമ്പോഴൊക്കെ ആ 20 കൊല്ലം മുമ്പ് ദൈവം രക്ഷിച്ച ആ ഒരു കാര്യം മാത്രമേ സാക്ഷ്യം പറയാനുള്ളൂ. ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചോ, ഇന്ന് നിന്റെ ജീവിതത്തിൽ യേശു ജീവിക്കുന്നുണ്ടോ? യേശു ജീവിക്കുന്നുണ്ടെങ്കിൽ യേശു പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും നമുക്ക് സാക്ഷ്യങ്ങളുണ്ടാകും. ജീവിക്കാൻ യേശു നമ്മുടെ ഉള്ളിൽ ജീവിക്കാൻ തുടങ്ങിയാൽ. ഹല്ലേലൂയ. ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, മാനസാന്തരപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവർ ക്രിസ്തുവിൻ്റെ സ്വഭാവം ധരിച്ചില്ല എങ്കിൽ, ക്രിസ്തുവിനെ ധരിച്ചില്ല എങ്കിൽ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായില്ല എങ്കിൽ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. അങ്ങനെയുള്ളവർ ആമേൻ ഈ വിവാഹ വസ്ത്രം ധരിക്കാത്തവരാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വിരുന്നശാലയിൽ സ്ഥാനമില്ല, അവർക്ക് വിരുന്നശാലയിൽ സ്ഥലമില്ല, അവർക്ക് ആ വിരുന്ന് പങ്കെടുക്കുവാനായിട്ടുള്ള യോഗ്യതയില്ല. കാരണം അവർക്ക് കല്യാണ വസ്ത്രമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം നമ്മളെ നോക്കുന്നത്, ആമേൻ, എന്നെ നോക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിലൂടെ എന്നെ കാണണം. ക്രിസ്തുവിലൂടെ എന്നെ കണ്ടാൽ മാത്രമേ എൻ്റെ അനേകമായ പാപങ്ങൾ ക്ഷമിച്ചു തരാനായിട്ട് കർത്താവിന് കഴിയത്തുള്ളൂ. ദൈവത്തിന് നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു കൂട്ടിയ മ്ലേച്ഛതകൾ, ആമേൻ, ചെയ്തു കൂട്ടിയ രഹസ്യ പാപങ്ങൾ, ചെയ്തു കൂട്ടിയ ആരും അറിയാത്ത നമ്മൾ നടന്നുപോയ വഴികൾ, ഇതെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് നമ്മൾ. പക്ഷേ യേശു ക്രിസ്തുവിലൂടെ പിതാവ് നമ്മളെ കാണുമ്പോൾ നമ്മൾ യോഗ്യന്മാരാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ധരിക്കണമെന്ന് പറയുന്നത്. ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ യേശുവിലൂടെയാണ് നമ്മളെ കാണുന്നത്. ആമേൻ. നമ്മുടെ അയോഗ്യതകളെല്ലാം മറയ്ക്കുന്ന വസ്ത്രമാണ് യേശു. നമ്മുടെ അയോഗ്യതകളെല്ലാം ആമേൻ ദൈവമുമ്പാകെ മറച്ചു വയ്ക്കുന്ന വസ്ത്രമാണ് ക്രിസ്തു. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. എന്തെല്ലാം കുഴപ്പങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം പാപങ്ങൾ, എന്തെല്ലാം കൊടിയ ആമേൻ പിന്മാറ്റങ്ങൾ എന്തെല്ലാം നമുക്കുണ്ടായാലും ആമേൻ ക്രിസ്തുവിൽ മറഞ്ഞാൽ ദൈവം നമ്മളെ യോഗ്യന്മാരായി എണ്ണുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ നമ്മൾ കാണപ്പെടുമ്പോൾ പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ യോഗ്യന്മാരാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നത്. കഴിഞ്ഞ കാലത്ത് നമ്മുടെ കുറവുകൾ കർത്താവ് ഓർക്കുന്നില്ല. സ്നേഹിത, എന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, സഹോദരി, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ നീ എത്ര പരാജയമായിരുന്നെങ്കിലും, കഴിഞ്ഞ കാലങ്ങളിൽ നീ എത്ര വലിയ പാപത്തിന്റെ ഉള്ളിൽ കിടന്നാലും, ഇന്ന് ദൈവം നോക്കുന്നത് ക്രിസ്തുവിലാണോ? റോമലേഖനം 8:1 ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പൊ ഇപ്പോൾ നീ ക്രിസ്തുവിലാണോ? ഇന്നലെ എങ്ങനെയാന്നുള്ളതല്ല, ഇപ്പോൾ ക്രിസ്തുവിലാണോ? ഇന്ന് ക്രിസ്തുവിലാണോ? ഈ നിമിഷം യേശു നിന്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ടോ? ഈ നിമിഷം യേശുവിനെ ധരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആ നിർമ്മലമായ നീതിവസ്ത്രം, വിവാഹ വസ്ത്രം അവൻ നമുക്ക് ധരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അവൻ രൂപാന്തരം ഉണ്ടാകണം ദൈവമക്കളെ. രൂപാന്തരമില്ല എങ്കിൽ നാം തള്ളപ്പെട്ടു പോകുമെന്നുള്ളത് നിശ്ചയമാണ്. ഈ ഉപമ ഭാഗം അതാണ് വെളിപ്പെടുത്തുന്നത്. രൂപാന്തരമില്ല എങ്കിൽ, ആമേൻ, സ്തോത്രം, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും, മാനസാന്തരപ്പെട്ട് കൂട്ടായ്മയിലാണെന്ന് പറഞ്ഞാൽ പോലും രൂപാന്തരമില്ലെങ്കിൽ നാം തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അനേക സഹോദരങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തോറ്റുപോകുന്നവരാണ്. എന്താണ് അതിൻ്റെ കാരണം? വചനത്തെ ഫോളോ ചെയ്യാൻ, വചനത്തെ അനുസരിക്കാൻ ഇടയാകുന്നില്ല. പലപ്പോഴും നമ്മൾ കൂട്ടായ്മകൾക്ക് കടന്നു പോകുന്നു, ആരെങ്കിലൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കുന്നു, ഇതുപോലെ TV തുറന്നു വെച്ച് TV-യിലെ പ്രസംഗം കേൾക്കുന്നു. ആ കേട്ട് കഴിയുന്ന കാര്യങ്ങൾ അപ്പം തന്നെ മറുവശത്തുകളെ കടന്നു പോകും, ഒന്നും ഉള്ളിൽ നിൽക്കുന്നില്ല. ഈ ഇന്നലെ വരെ കേട്ട മെസ്സേജുകൾ, ഏതെങ്കിലും സന്ദേശങ്ങൾ ഏതെങ്കിലും നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ടോ? എന്നാൽ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, കേൾക്കുന്ന വചനം അതങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ സാധിക്കണം. ഈ കേൾക്കുന്ന വചനം
ജീവനായി മാറാൻ സാധിക്കണം. ഈ കേൾക്കുന്ന വചനം അനുസരണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ. ദൈവത്തിന്റെ വചനം 1 കൊരിന്ത്യർ 6:9 വാക്യങ്ങൾ പറയുന്നു, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. മദ്യപാന്മാർ, വെറുക്കൂത്തുകാർ, വാവിഷ്ഠാണക്കാര്, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, ആമേൻ, ഇവരാരും ദൈവരാജ്യം അവകാശമാക്കിയില്ല കേട്ടോ. അപ്പൊ അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ആമേൻ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് പാപത്തെ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് വിശുദ്ധ ജീവിതം നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഇപ്പോഴും നമ്മൾ സ്വയഭോഗികളാണെങ്കിൽ, ഇപ്പോഴും നമ്മൾ രഹസ്യ പാപത്തിലാണെങ്കിൽ, ഇപ്പോഴും നാം വ്യഭിചാരത്തിലാണെങ്കിൽ, ഇപ്പോഴും നാം അന്യാരാധനയിലാണെങ്കിൽ, ഇപ്പോഴും നാം രഹസ്യമായിട്ട് വിഗ്രഹങ്ങൾക്ക് ആമേൻ വഴിപാടുകൾ കൊടുക്കുന്നവരാണെങ്കിൽ, ഇപ്പോഴും നാം മ്ലേച്ഛമായ രഹസ്യ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ, ദൈവമക്കളെ ഓർക്കുക, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങളുടെ പദവി എന്താ എനിക്കറിയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ആത്മീയ ഗോളത്തിൽ നിങ്ങൾ എത്ര വലിയ ആളായിരുന്നാലും ആമേൻ, നിങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, ക്രിസ്തുവിനെ ധരിച്ചില്ലെങ്കിൽ തള്ളപ്പെട്ടു പോകും കേട്ടോ. ആമേൻ. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും. അവിടെ പദവിയില്ല, അവിടെ വിദ്യാഭ്യാസമില്ല, അവിടെ സൗന്ദര്യമില്ല, പാരമ്പര്യമോ പഴമയോ ഇതൊന്നും നോക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരപ്പെടണം. വീണ്ടും ഞാൻ പറയുകയാണ്, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. ആമേൻ. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന് വേണ്ടി അധികമായിട്ട് ഉപയോഗിക്കപ്പെട്ടവരായിരിക്കാം, പക്ഷെ മാനസാന്തരത്തിൽ നിലനിന്നില്ല എങ്കിൽ വീണുപോകും. കർത്താവിന് സ്തോത്രം. അപ്പൊ വിവാഹ വസ്ത്രം ധരിക്കാത്തവനെ പുറത്ത് അവനുള്ള ശിക്ഷ എന്താണ് പറയുകയാണ്, അവൻ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവാൻ. അവിടെ നരകത്തെയാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ മരണത്തിനപ്പുറം മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട്. പലപ്പോഴും ഓർക്കണമേ, നമ്മുടെ മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട്. ചിലർക്ക് വിശ്വാസമില്ല. അനേക സഹോദരങ്ങൾ വിചാരിക്കുന്നത് ഈ ലോകത്തോടു കൂടി നമ്മുടെ ജീവിതം തീരുകയെന്ന. ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ ദൈവമക്കളെ. ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ജീവനില്ലാത്ത അനക്കം നഷ്ടപ്പെട്ടു പോയ ശരീരമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് എന്തോ കടന്നുപോയി നമ്മൾ നോക്കി നിന്നാൽ പോലും കാണാൻ കഴിയുന്നില്ല. ഒരാൾ മരിക്കുന്നത് നോക്കി നിന്നാൽ പോലും അയാളുടെ ഉള്ളിൽ നിന്ന് പോകുന്ന എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബൈബിൾ പറയുന്നു, ആത്മാവും ജീവനും ദേഹവുമുള്ള ഒരു വ്യക്തിയാണ് മനുഷ്യൻ. അപ്പോൾ ഈ ദേഹം നിശ്ചലമാകുമ്പോൾ ആത്മാവും ജീവനും പുറത്തു പോവുകയാണ്. ഇത് എങ്ങോട്ട് പോകുന്നു? മനുഷ്യന്റെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവമക്കളെ, നമ്മൾ പഠിക്കുന്ന ഫിസിക്സ്, ഊർജശാസ്ത്രമനുസരിച്ച് രൂപമില്ലാത്ത ഒന്നിനും നാശമില്ല. രൂപമില്ലാത്ത ഒന്നിനെ നശിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ശ്വസിക്കുന്ന വായു കയ്യിൽ പിടിച്ച് ഞെരുക്കി പൊട്ടിക്കാൻ പറ്റുമോ? പക്ഷെ ഒരു ഗ്ലാസ് നമുക്ക് ഞെരുക്കി പൊട്ടിച്ച് കളയാൻ സാധിക്കും. രൂപമില്ലാത്തതിനെ നശിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ രൂപമില്ലാത്ത നമ്മുടെ ആത്മാവിന് നാശമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിനൊരു നിത്യത ഉറപ്പാണ്. ഒന്നെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. ഇവിടെ ഇതാ ഇവരെ പിടിച്ച് നരകത്തിലെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുകയാണ്. അവിടെ ഉണ്ടാകുന്നു, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കരച്ചിലും പല്ലുകടിയും രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. കരച്ചിൽ അവിടെയുള്ള ആ ഭയങ്കരമായ യാതനയെ സൂചിപ്പിക്കുന്നതാണ്. യാതന, കഷ്ടത അനുഭവിക്കുന്ന അനുഭവം ആ നരകത്തിലുണ്ട്. ആ യാതന അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് നരകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, പല്ലുകടി എന്താണ്? നമുക്കറിയാം, പല്ലുകടി എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ നമ്മൾ പല്ലുകടിക്കുന്നത്. പലപ്പോഴും ദേഷ്യം, വൈരാഗ്യം, വിദ്വേഷമൊക്കെ ഉണ്ടാകുമ്പോഴാണ് പല്ലുകടി ഉണ്ടാകുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. എന്താണെന്നറിയാവോ? നരകത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ പലരും ദൈവത്തോട് തങ്ങളെ ഈ ശിക്ഷയിലേക്ക് തള്ളിവിട്ട ദൈവത്തോടുള്ള വിരോധം, ദൈവത്തോടുള്ള ശാപവാക്കുകളൊക്കെ സംസാരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവരാ നരകത്തിൽ കടന്നുകൊണ്ട് ദൈവത്തെ ശപിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ നരകത്തിൽ എത്തിയിട്ട് മാനസാന്തരം എന്ന് പറയുന്നൊരു കാര്യമില്ല. അനേകർ വിചാരിക്കുന്നു അവരുടെ അപ്പൻ അമ്മയൊക്കെ അവസാന സമയത്തൊന്ന് മാനസാന്തരപ്പെട്ട് കാണുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ, ഒരു ജീവിതം മുഴുവൻ സുവിശേഷം കേട്ടിട്ടും ഒരു ജീവിതം മുഴുവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടും കേൾക്കാൻ അനുസരിക്കാൻ മനസ്സില്ലാത്ത ഒരാള് മരിക്കുമ്പോൾ ഒരു തൊട്ട് മുമ്പ് മാനസാന്തരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ദൈവമക്കളെ സ്തോത്രം. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ അത് ഒരുപക്ഷെ അബദ്ധമായി പോകുമില്ലേ?
ദൈവത്തിന് സ്തോത്രം. അതിനെന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് ക്രിസ്തുവിൻ്റെ നീതിയുള്ള വസ്ത്രം ധരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ഊഹാഭോഗത്തിലൂടെ ജീവിക്കുവാൻ നമുക്ക് ഇടയാകരുത്. ഹല്ലേലൂയ. അവസാനം മാനസാന്തരപ്പെട്ടേക്കാമെന്ന് വിചാരിക്കരുത്. ഒരുപക്ഷെ നാം തള്ളപ്പെട്ടു പോകും. ദൈവമക്കളെ സ്തോത്രം. ഈ ലോകത്തിൽ എത്ര നാൾ ജീവിച്ചാലും നാം എത്ര വലിയ ആളായിരുന്നാലും നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടാൽ അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ഒരിക്കൽ നാം നരകത്തിയിൽ അകപ്പെട്ടു പോയാൽ പിന്നെ മടങ്ങി വരാൻ കഴിയില്ല. ഒരിക്കൽ നാം നാശത്തിലേക്ക് തള്ളപ്പെട്ടു പോയാൽ മടങ്ങി വരാൻ കഴിയില്ല. അബ്രഹാം പിതാവ് ആ ധനവാനായ മനുഷ്യനോട് പറയുന്നല്ലേ, അങ്ങനെ അല്ലേ, അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരാനും കഴിയില്ല. നമ്മുടെ ഇടയിൽ വലിയൊരു ഗർത്തമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരിക്കൽ നരകത്തിലായാൽ എന്നേക്കും നരകത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലും ഓർക്കുക, ഒരു നിത്യത സത്യമാണ്. ഒരു നിത്യമായ സ്വർഗമുണ്ട്. തള്ളപ്പെട്ടു പോകരുത്. അല്ലല്ല, മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. നമ്മുടെ യോഗ്യത നോക്കാതെ നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ ഇനിയും സ്നേഹിക്കാതെ മുന്നോട്ട് പോയാൽ നാം നിത്യതയിൽ നിന്ന് തള്ളപ്പെടുമെന്ന് ഓർക്കുക. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ അവർക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം അവരിൽ നിന്ന് എടുത്തു കളയും. അവർക്കുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ അംശം അവരിൽ നിന്ന് എടുത്തു കളയുമെന്ന് പറയുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പം നമുക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലം നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ ഇടയാകണമെങ്കിൽ ക്രിസ്തു എന്ന ആ നീതി വസ്ത്രം നാം ധരിക്കണം. യേശു ക്രിസ്തുവിനെ ധരിക്കണം. നമ്മുടെ സ്വഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതം രൂപാന്തരപ്പെടണം. നമ്മുടെ വീട്ടുകാർ പറയുന്നു, നാട്ടുകാർ പറയുന്നു, സുഹൃത്തുക്കൾ പറയുന്നു, സഹോദര മാനസാന്തരപ്പെടണം. ആമേൻ. പലരും നമ്മളെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു. പലരും നമ്മളെ കുറവുകൾ തെളിയിച്ചു തന്നു. ഇന്ന കാര്യങ്ങളിൽ നീ വ്യത്യാസപ്പെടണം. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് പറഞ്ഞു, ഈ പോക്ക് ശരിയല്ല, ഇങ്ങനെ നീ പോയാൽ നശിച്ചു പോകും. പലവട്ടം ആത്മാവ് പറഞ്ഞു. നമ്മൾ കേൾക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ആമേ സ്തോത്രം, നമ്മുടെ രഹസ്യമായ ജീവിതത്തിലെ പാപങ്ങൾ ആമേ സ്തോത്രം ഇപ്പോഴും ശേഷിക്കുകയാണെങ്കിൽ, ചില ബന്ധങ്ങൾ അരുത് എന്ന് പരിശുദ്ധാത്മാവ് പലവട്ടം വിലക്കിയിട്ടും വീണ്ടും പാപത്തോടുള്ള താല്പര്യം കൊണ്ട് വീണ്ടും അതിൽ പെട്ടുപോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനഃപൂർവ്വമായി പാപം ചെയ്ത് ആമേ രക്ഷയെ നഷ്ടപ്പെടുത്തി, കൃപയെ നഷ്ടപ്പെടുത്തി, ആമേ നിത്യശിക്ഷാവിധിക്ക് അകപ്പെടാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ സൂക്ഷിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. അവൻ വിവാഹ വസ്ത്രം ധരിക്കാത്തവൻ തള്ളപ്പെടും. കർത്താവ് തെരഞ്ഞെടുത്ത് നോക്കുമ്പോൾ നാം ആ വിവാഹ വസ്ത്രം ധരിച്ച് യോഗ്യന്മാരായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. ആ വിവാഹ വസ്ത്രത്തിലൂടെ ക്രിസ്തുവിലൂടെ നമ്മളെ കാണാനിടയാകട്ടെ. നമ്മളെ അയോഗ്യതകൾ മറയ്ക്കുന്ന ആ തേജസ്സാർന്ന വസ്ത്രം ധരിക്കാൻ നാം മടി കാണിക്കരുത്. രൂപാന്തരപ്പെടാൻ, മാനസാന്തരപ്പെടാൻ മടി കാണിക്കരുത്. വൈഷമ്യം കാണിക്കരുത്. സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിക്കുക, ആ കർത്താവിനെ സ്വീകരിക്കുക. രക്ഷാവസ്ത്രം അലകത്താൽ നമ്മൾ അലങ്കരിക്കപ്പെടട്ടെ. ആമേ. രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പുത്രനോട് കർത്താവ് നമ്മളെ കാണട്ടെ, യോഗ്യന്മാരായി മാറട്ടെ. നമ്മളെ ഈ അയോഗ്യതകളെ മറച്ച, നമ്മുടെ ദുഷ്ടത മറച്ച, നമ്മുടെ ആമേൻ കാപട്യം മറച്ച, നമ്മുടെ കോപം മറച്ച, നമ്മുടെ പാപങ്ങളെ മറച്ച യേശു എന്ന നീതി വസ്ത്രം കൊണ്ട് നമ്മളെല്ലാവരും അലങ്കരിക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അയോഗ്യതകളെ മറയ്ക്കുന്ന, ഞങ്ങളുടെ പാപങ്ങളെ മറയ്ക്കുന്ന, ശാപങ്ങളെ മറയ്ക്കുന്ന, ഞങ്ങളെ അനുസരണക്കേടുകൾ മറയ്ക്കുന്ന ആ നീതി വസ്ത്രത്താൽ ഞങ്ങളെ ആമേ സ്തോത്രം അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ആ കല്യാണ വസ്ത്രം, വിശേഷ വസ്ത്രം ധരിച്ച് തിരുസന്നിധിയിൽ യോഗ്യന്മാരായി നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സ്വഭാവത്തിൽ ആഴമായ രൂപാന്തരം തരണമേ കർത്താവേ. ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. വാസ്തവമായും നമ്മുടെ ജീവിതങ്ങൾ യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിലേക്കും രൂപാന്തരത്തിലേക്കും പോകാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കെയറിങ്ങിൻ്റെയോടുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിൽ കടന്നു വന്നിട്ട് രോഗങ്ങളായി ഒറ്റപ്പെട്ടുപോയി നിരാശയിൽ കഴിയുന്ന സഹോദരങ്ങൾക്കായി നമ്മളൊരു പാലിയേറ്റീവ് സെന്റർ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന സഹകരണങ്ങൾ അതിനുവേണ്ടി ചോദിക്കുകയാണ്. അങ്ങനെ ഒറ്റപ്പെട്ടുപോയ രോഗികൾക്കായിട്ട് കെയറിംഗ് ഇന്ത്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ പല സഹോദരങ്ങളും കടന്നു വന്ന് ആശ്വാസത്തോടെയും പ്രത്യാശയോടെയും കൂട്ടായ്മയോടെയും അനുഭവത്തിലും അവിടെ കഴിയുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ, സഹകരിക്കണമേ. ദൈവത്തിന് സ്തോത്രം.
to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning